രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ രാഹുൽ ഈശ്വരന് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഹുലിന് വേണ്ടി അപ്പിയർ ചെയ്ത അഭിഭാഷകൻ, ഹൈക്കോടതി അഭിഭാഷകൻ അലക്സ് കെ ജോണാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് ഇന്നത്തെ ഒരു കസ്റ്റഡിയിൽ നൽകാനുള്ളതിന്റെ കാരണം? ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡിസ്മിസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ ഞങ്ങൾ സെഷൻസ് കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തായിരുന്നു. അത് രാവിലെ തന്നെ മൂവ് ചെയ്തു. വൈകുന്നേരം 5 മണിക്ക് നമ്പർ ആവുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അറിയുന്നു, പെട്ടെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മാധ്യമങ്ങൾ വഴി ഞങ്ങൾ അറിയുന്നു, കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ പോലീസിന്റെ ഒരു രീതി അനുസരിച്ച് അവർ നീട്ടി സമയം ചോദിക്കും. അന്നേരം അത് വ്യക്തമായിട്ട് കാരണം പറയാതെ ഒരിക്കലും കസ്റ്റഡി അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ വന്നു. ഇന്ന് രാവിലെ അവരിന്ന് കോപ്പി സെർവ്, ഇന്ന് രാവിലെയാണ് എനിക്ക് കോപ്പി സെർവ് ചെയ്ത്. ആ കോപ്പിയുടെ അടിസ്ഥാനത്തിൽ വായിച്ചു നോക്കിയപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഭാവിയിൽ ഈ വീഡിയോ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് സ്വഭാവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്തെങ്കിലും കേട്ടി അന്നേരം തന്നെ പോസ്റ്റ് ചെയ്യും. വണ്ടിയിലിരുന്നാണെങ്കിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് യാത്ര ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ. വണ്ടിയിരുന്നാണെങ്കിൽ അന്നേരം തന്നെ അദ്ദേഹം ലാപ്ടോപ്പിൽ നിന്ന് ഇത് കണ്ടോ എന്ന് പറയും. അത് നോക്കാൻ വേണ്ടിയും പിന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയും ഇന്ന് 3 ദിവസത്തെ ടൈമാണ് പോലീസ് ചോദിച്ചേക്കുന്നത്. ഞങ്ങളതിനെ എതിർത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 3 ദിവസത്തെ അദ്ദേഹത്തിന് ഇവിടെ ഒരു വീടും ഓഫീസും മാത്രമേ ഉള്ളൂ. ഈ ഓഫീസിൽ പോകുന്നതിന് 1/2 ദിവസത്തെ കാര്യം പോലും ഇല്ല. അവിടെ പോകുന്നതിന് ഈ 3 ദിവസത്തെ കാര്യം എന്തോന്ന് ഞാൻ കോടതി തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. അതിന്റെ കാര്യം എന്തോന്ന് ചോദിച്ചു. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഈ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. അത് വളരെ നിഗൂഢമായ രീതിയിലാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞ് എന്റെ ഒബ്ജക്ഷൻ കൺസിഡർ ചെയ്ത് ഇത് 1 ദിവസത്തെ ഞങ്ങൾ സഹകരിക്കാം, അതിൽ കൂടുതൽ അനുവദിക്കാൻ പാടില്ല എന്നുകൊണ്ട് ഞങ്ങൾ അപേക്ഷിച്ചു. കോടതി അത് 2 പേരുടെയും വാദം കേട്ടതിന് ശേഷം ഇത് നാളെ വൈകുന്നേരത്തേക്ക്, അതായത് നാളെ 5 മണിക്ക് വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കുവാൻ അധികാരം കൊടുത്തു. ചോദ്യം ചെയ്യുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് തെറ്റുകാരല്ലാത്തവരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ഓൾറെഡി ലാപ്ടോപ്പുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹം ഇതിനകത്ത് 75(1) അതായത് ഇതിനകത്ത്, അതായത് നോൺ ബെയിലബിൾ ഒഫൻസ് ഇൻസേർട്ട് ചെയ്തേക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. സെക്ഷലി കളേർഡ് റിമാർക്സ് അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്ന് ഞാനിതെല്ലാം കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമയമെടുത്ത് ഞാൻ ഈ വീഡിയോസ് എല്ലാം കണ്ടു. അതിനകത്ത് സെക്ഷലി മാർക്ഡ് റിമാർക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശകരമായ പദപ്രയോഗങ്ങളാണ് നടത്തേണ്ടത്. അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടില്ല. അത് വ്യക്തമായിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നമുക്ക് തെളിവായിട്ട് അന്നേരം ഈ അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് യൂട്യൂബിലെ ഈ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരു താക്കീത് നൽകാൻ വേണ്ടി ഇദ്ദേഹത്തെ ബലിയാടാക്കിയിരിക്കുകയാണ്. ആരെയാ? ഈ രാഹുൽ ഈശ്വറിന്. ഇദ്ദേഹം നോർത്തോണം, ഇത് 5ാം പ്രതിയാണെന്ന് ഓർത്തോണം. ബാക്കിയുള്ള എല്ലാവരും പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. അവരെ ഒന്നും പോയി പിടിക്കണ്ട, ഇദ്ദേഹത്തെ മാത്രം പിടിച്ചാൽ. എന്താണ് എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ ജാമ്യാപേക്ഷ ഇനിയിപ്പോൾ എങ്ങനെ സമർപ്പിക്കാനാണ്? അത് ഇന്ന് ടുഡേ മൂവിംഗ് ആണ്. 3 മണിയാകുമ്പോൾ ഇന്ന് ഞാൻ ക്ലർക്കിനോട് പറഞ്ഞിട്ടുണ്ട്, ടുഡേ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഓൺലൈൻ ചെയ്യണം. ടുഡേ 3 മണിയാകുമ്പോൾ വിളിക്കുമ്പം കോടതി അടുത്ത ദിവസത്തേക്ക് റിപ്പോർട്ടിന് വെക്കും. ചിലപ്പം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വെക്കും. അപ്പോൾ അന്ന് വാദം പറയുമ്പോൾ കോടതി ഞങ്ങളുടെ 2 പേരുടെയും വാദം കേട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. ഈ ജാമ്യാപേക്ഷ കഴിഞ്ഞ ഈ ഒരു ലാസ്റ്റ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് പറഞ്ഞത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് അടക്കമുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇദ്ദേഹം മാധ്യമ സുഹൃത്താണല്ലോ, നമുക്ക് പറയാനുള്ള അവകാശമില്ലേ? നമുക്കൊരു ആരെയും അവമാനിക്കാത്ത രീതിയിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം നടത്താനുള്ള അവകാശം നമുക്കില്ലേ? അത് ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും കൊടുത്ത് എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആണല്ലോ. അദ്ദേഹം അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? പറയാൻ മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. 2 പേരും തെറ്റുകാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും തെറ്റ് കാണിച്ചു, ഈ അതിജീവിത എന്ന് പറയുന്ന ആളും തെറ്റ് കാണിച്ചെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
അത് മാറ്റണമെന്ന് പറയാൻ പറ്റുമോ? അത് എതിർപ്പുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നതിന് പകരം പിടിച്ച് ജയിലിടുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. ഇത് കേരളമാണല്ലോ. അത്തരത്തിലാണ് ഈ ഒരു ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തടക്കമുണ്ടായ നീക്കം. ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും പക്ഷേ അതിന് മുൻപ് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയായിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ നാളെ വൈകുന്നേരം 5 മണിവരെ കസ്റ്റഡിയിലേക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.